പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ രക്ഷകനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ ധ്യാന ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ശക്തി യേശുക്രിസ്തുവിലൂടെ നമ്മിൽ പ്രകടമായി, ശിഷ്യന്മാരിലൂടെ അത് പ്രകടമായി. ശിഷ്യന്മാർക്ക് തന്നെയും ദൈവവചനം ശിഷ്യന്മാരിലൂടെ കേട്ട അനേകർക്കും അത് അത്ഭുത രോഗശാന്തിയായി, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായി, പലവിധ പ്രകാരമുള്ള ശക്തിയായി അവർക്കത് വ്യാപരിച്ചതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോരുകയാണ്. ഇന്നും നമുക്ക് അല്പസമയം ആ ഭാഗം തന്നെ ധ്യാനിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. കർത്താവിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. നിരുതിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ സഭയുടെ ഒന്നാമത്തെ പാത്രികീസായ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ലോകത്തോട് പറഞ്ഞ കേസരി ഫിലിപ്പി പ്രദേശത്ത് വെച്ച് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ഉദ്ഘോഷിച്ച വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ കാരാഗ്രഹവാസത്തെ ധ്യാനിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നാഥ, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങയെ സ്തുതിക്കുന്നതിന് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തിന്മകളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നന്മകളാൽ നിറയ്ക്കണമേ, ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. സഭ മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ സഭയിൽ നിന്ന് മരണം മൂലം മാറ്റപ്പെട്ട കാലം ചെയ്ത പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ, ആബോന്മാർ ബസേലിയോസ് തോമസ് ബ്രദർ ബാവ ഈ നാളുകളിൽ ഞങ്ങളിൽ നിന്ന് ദേഹവിയോഗത്താൽ മാറ്റപ്പെട്ടുവെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ. പ്രത്യേകിച്ച് ഇതുപോലുള്ള സുവിശേഷ രംഗങ്ങളിലും ദാരിദ്ര്യ നിർമ്മാർജ്ജന ശുശ്രൂഷയിലൊക്കെ ഏറെ താല്പര്യം പ്രകടിപ്പിച്ച ബലഹീനരായ ഞങ്ങൾക്കൊക്കെ ഏറെ താങ്ങുന്നടലുമായിരുന്ന ശ്രേഷ്ഠ ബാബ തിരുമേനിയെ തിരുസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപകൾ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പത്രോസ് ശ്ലീഹായെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഒന്നും രണ്ടും ഭാഗം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് പത്രോസ് കാരാഗ്രഹത്തിൽ 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് 2 പട്ടാളക്കാരുടെ മധ്യേ പുറത്ത് പട്ടാളക്കാർ കാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വസ്ഥമായി ഉറങ്ങുന്ന ഭാഗമാണ് നമ്മൾ ധ്യാനിച്ചത്. നമുക്കും അങ്ങനൊരു സമാധാന ഉറക്കം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനിയാണ് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് അതിൻ്റെ 7-ാമത്തെ വാക്യം, പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. പ്രിയമുള്ളവരെ, നമ്മളിവിടെ 2 കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, പത്രോസിനെ കാരാഗ്രഹത്തിലടച്ചപ്പോൾ സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2, നമ്മൾ ധ്യാനിച്ചത് പത്രോസ് സ്വസ്ഥമായി ഉറങ്ങിക്കൊണ്ടിരുന്നു.
ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൂതൻ പത്രോസിനെ അടുത്തു വന്ന് തട്ടി ഉണർത്തുകയാണ്. പത്രോസിനെ തട്ടി ഉണർത്തുന്ന രീതിയിൽ പത്രോസ് ഉറങ്ങുകയാണ്. പ്രകാശം നിറഞ്ഞു, ആളനക്കമുണ്ടായി. പത്രോസ് അറിഞ്ഞിട്ടില്ല. അത്ര ഉറക്കമാണ്, സ്വസ്ഥമായ ഉറക്കമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങി ഉറങ്ങുകയാണ്. ദൂതൻ തട്ടി ഉണർത്തുന്നു, ചങ്ങല താനെ വീഴുകയാണ്. ഇവിടെയാണ് വലിയ ദൈവാത്ഭുതം. ഒരുപക്ഷെ പത്രോസ് ഇവിടെ ഉറങ്ങുമ്പോൾ സഭ ഉറങ്ങുന്നില്ല. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പത്രോസ് ഇവിടെ സ്വസ്ഥതയോടെ ഉറങ്ങുമ്പോൾ സഭ ഉറങ്ങുന്നില്ല. സഭ ഉറങ്ങുമ്പോൾ പത്രോസ് ഉറങ്ങുന്നില്ല. ഇത് വലിയ ബന്ധമാണ് പ്രിയമുള്ളവർ. ഇത് വലിയ ഒരു ആത്മീയ കൂട്ടായ്മയാണ്. സഭാവിശ്വാസികൾക്ക്, സഭാ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ടവർ, ആത്മീയ അധികാരികൾ സങ്കടത്തിലും പ്രയാസത്തിലും വേദനകളിലൊക്കെ ആകുമ്പോൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉത്ബോധനം ഈ വചനത്തിൽ നമുക്ക് നൽകുകയാണ്. സഭാവിശ്വാസികൾക്ക് കോട്ടം തട്ടുമ്പോൾ സഭാധികാരികൾ ഉറങ്ങാൻ പോകാതെ ഉറക്കമളച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സഭാ വിശ്വാസികൾ ഉറങ്ങുന്നില്ല, പത്രോസ് ഉറങ്ങുന്നു. ഒരുപക്ഷെ പത്രോസിനെ കാവൽ ചെയ്യുന്നവർക്കൊക്കെ അത്ഭുതമായി കാണാം. ഈ കാവൽ ചെയ്യുന്നവരൊക്കെ അവരുടെ ജീവിതത്തിൽ പത്രോസിൻ്റെ മേൽ അവർ അധികാരികളാണ്. പക്ഷേ അവർക്ക് പലപ്പോഴും ഉറക്കമില്ല. കാരണം ഇവരുറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും നാളെ എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷെ അവരെല്ലാം കണ്ണടഞ്ഞിരിക്കുകയാണ്, അവരൊന്നും കാണുന്നില്ല. ദൂതൻ വന്ന് പത്രോസിനെ തട്ടി ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. പത്രോസിനോട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ, നീ അരമുറിക്ക് പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. അരമുറിക്ക് പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനമുണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൂതൻ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവൻ അനുസരിച്ചു. അവൻ അനുസരിക്കുമ്പോഴും അവൻ ഇത്രയേ വിചാരിച്ചിട്ടുള്ളൂ, ദർശനമാണ്, സ്വപ്നമാണ് എന്നാണ്. സ്വപ്നമാണെന്നേ തോന്നിയുള്ളൂ. എന്നാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹേറോദോസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. ഹല്ലേലൂയ. രണ്ട് കാര്യമാണ് പത്രോസിന് ബോധ്യമായത്. ഒന്ന്, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹേറോദോസിൻ്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു.
യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചിരിക്കുന്നു. യഹൂദന്മാരുടെ ഒരു വ്യാമോഹമാണ് ഇങ്ങനെ പ്രധാനപ്പെട്ടവരെയൊക്കെ ഇല്ലായ്മ ചെയ്താൽ അണികൾ തകർന്നു പോയിക്കൊള്ളും. അത് ഈ ക്രിസ്തുവിനെ അവരെ കൊല്ലുമ്പോൾ അവരങ്ങനെ ധരിച്ചിരുന്നു. യാക്കോബിനെ കൊന്നപ്പോഴും അങ്ങനെ ധരിച്ചിരുന്നു, പത്രോസിനെ പിടിക്കുമ്പോഴും അവരങ്ങനെ ധരിച്ചിരുന്നു. പക്ഷേ സഭ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. അതിന്നവരെയും തൻ്റെ ശിഷ്യന്മാരിലൂടെ ഈ ഭൂമിയിൽ രക്തം തളിച്ച് രക്തം ചിന്തി വീണ്ടെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ രക്തസാക്ഷികളുടെയും ചുടുനിണം അനേകരുടെ വിശ്വാസം ഏറ്റുപറച്ചിലിന് കാരണമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവവിളി രക്തസാക്ഷിത്വത്തിലേക്കാണെങ്കിൽ ധൈര്യമായി അതിന് തയ്യാറാകാൻ ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ലാഭം മരിക്കുന്നതായിരിക്കും. കാരണം വിശുദ്ധിയോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ വിശുദ്ധന്മാരുടെ നിരകളിൽ ചേർന്നു ഭൂമിയുടെ മാനസാന്തരത്തിന് വേണ്ടി, ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ചൊരിയുവാൻ വിശുദ്ധന്മാർക്ക് കഴിയുമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാം വാതിലും രണ്ടാം വാതിലും കടന്ന് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. ആർക്കും തനിയെ തുറക്കാൻ പറ്റാത്ത കാര്യമാണ്. ദൂതൻ തന്നെ തുറന്ന് പത്രോസ് പുറത്തെത്തി. ഒറ്റ കാര്യമാണ് ദൂതൻ പറഞ്ഞിരിക്കുന്നത്: എഴുന്നേൽക്കുക, അരമുറുക്കുക, പാദരക്ഷകൾ അണിയുക. എഴുന്നേൽക്കണം പ്രിയമുള്ളവരെ. ഇന്നത്തെ അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കണം. ഇന്നത്തെ സങ്കടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കണം. ഇന്നത്തെ യാതനകളിൽ നിന്ന് എഴുന്നേൽക്കണം. നീ വിശ്വസിക്കണം. നിന്നെ രക്ഷിക്കാനൊരു യേശു ഉണ്ടെന്ന് വിശ്വസിക്കണം. നീ എഴുന്നേൽക്കണം. എന്നിട്ടോ നിനക്ക് യാത്ര ചെയ്യാനുള്ള ഒരുക്കമാകുന്ന അരകെട്ടണം. നീ മുന്നോട്ട് പോവുകയാണ്. നിന്നെ ദൂതൻ കൊണ്ടുപോവുകയാണ്. നിൻ്റെ മേലൊരു നിയമത്തിനും കർത്താവിൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് അനുവദിച്ചാലല്ലാതെ നിന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. വ്യാമോഹങ്ങളാണ് മറ്റുള്ളവരുടെ. എന്നാൽ നമ്മുടെ മോഹം യഥാർത്ഥമായിരിക്കണം. നമ്മുടെ മോഹം എന്തായിരിക്കണം? യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കണം. യേശുക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കണം. യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നടണം. യേശുക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തണം. ദൈവരാജ്യം ഭൂമിയിൽ വളരണം. ദൈവരാജ്യം ഭൂമിയിൽ വളരണം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം അനുഗ്രഹിക്കപ്പെടണം. വലിയ പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ദൂതൻ അവനോട് പറഞ്ഞു, അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവർ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനമുണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽസ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണബോധം വന്നത്.
അവൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറോദോസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ 12-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്: അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു, സഭാവിന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, തന്നെ ദൂതൻ ഹെറോദോസിൻ്റെ കരങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് മനസ്സിലാക്കിയ പത്രോസ് നേരെ മർക്കോസിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. മറിയത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് പ്രിയമുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞത്. പത്രോസ് ഉറങ്ങുമ്പോഴും വിശ്വാസികളുടെ സമൂഹം ജാഗരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആത്മീയ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കണം. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകണം. നമ്മൾ വളരെ ശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കാൻ പോവുകയാണ്. സഭ പൂർവാധികം ശക്തി പ്രാപിക്കുകയാണ്. പത്രോസിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാ നേതൃത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാത്രീസ് ബാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്കയുടെ ആത്മാക്കളിന് ശക്തി ലഭിക്കാൻ, മുൻകാലങ്ങളിൽ മാറ്റപ്പെട്ട എല്ലാ പിതാക്കന്മാർക്കും വിശുദ്ധിയുടെ മകുടം ചൂടുവാൻ പ്രാർത്ഥിക്കാം. സഭയ്ക്ക് പുതിയ കാതോലിക്ക ബാവയെ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ നിറഞ്ഞ കൂട്ടായ്മ രൂപപ്പെടുവാൻ ആലോചനാ യോഗങ്ങളിലും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, പ്രത്യേകിച്ച് സഹനങ്ങളുടെ നാളിൽ, സങ്കടങ്ങളുടെ നാളിൽ നിലനിൽപ്പുണ്ടോ എന്നുവരെ ചിന്തിച്ചു പോകുന്ന നാളുകളിൽ നാളെ എന്തെന്ന് ചിന്തിക്കുന്ന നാളുകളിൽ പത്രോസിനെ കുറിച്ചുള്ള ഈ ധ്യാനം നമ്മൾക്ക് ധൈര്യം തരട്ടെ, ബലം തരട്ടെ. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. സഭയെ സ്നേഹിക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നവരുടെ മധ്യം ഞാനുണ്ടെന്ന് അരുളി ചെയ്ത നാഥ, ഞങ്ങളുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മർക്കോസ് ഭവനത്തിൽ അവൻ്റെ അമ്മയോടുകൂടെ സഭാവിശ്വാസികൾ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെറോദോസിൻ്റെ ദുഷ്ട ഉദ്ദേശത്തിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും സഭാതലവനായ പത്രോസിനെ ദൈവദൂതനെ അയച്ച് രക്ഷിച്ച നാഥ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെക്കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും വ്യാമോഹങ്ങളുണ്ടെങ്കിൽ, ഞങ്ങളുടെ സഭയെയും ഞങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെന്ന് ഏതെങ്കിലും അധികാരികൾക്കൊക്കെ മോഹമുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കൊക്കെ വഴങ്ങി എന്തെങ്കിലുമൊക്കെ
സ്വാധീനം ചെലുത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയില്ല നാഥ. കർത്താവെ, അങ്ങേക്ക് മാത്രമാണ് എല്ലാം അറിയാവുന്നത്. എല്ലാ നാമങ്ങളുടെയും മുകളിലുള്ള നാമം അങ്ങാണ്. 1-ാം നൂറ്റാണ്ടിൽ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച നാഥ, ഞങ്ങളുടെ ഈ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളുടെ സഭയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ ശുശ്രൂഷകളിലെല്ലാം ഈ ശുശ്രൂഷ കേന്ദ്രത്തെയും ഇവിടെ നടക്കുന്ന ഈ വചനപ്രഘോഷണത്തെയും മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ഇതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.